അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്കിപ്പം ചോരയും മാംസവും ഒക്കെയുള്ള എന്റെ മുന്നിൽ പച്ചയായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. എനിക്കറിയാം സാറ് എന്റെ ഒരു ഫോൺ വരുമ്പോ സാർ എനിക്കൊരു ഇന്റർവ്യൂ വേണമായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം കൈൻഡ് ആയിട്ട് നിന്ന് സമാധാനത്തോടെ എന്നോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. അറ്റ് ദ സെയിം ടൈം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ അഗ്രസീവായിട്ട് മീഡിയാസിന്റെ മുന്നിൽ വരുന്ന ഒരാളെയും വാർത്തകളിൽ ഇങ്ങനെ നിരന്തരം പലരും കുറ്റപ്പെടുത്തുന്ന ഒരാളെയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും എന്റെ ചോദ്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ആവശ്യമില്ല. ഞാൻ പറയുന്ന നിങ്ങൾ ചോദിക്കുന്ന ചോദ്യയുടെ പ്രസക്തി എന്താണ് എന്നാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 80% അഭിഭാഷകർ ഡിഫൻസ് ലോയേഴ്സ് ആണെങ്കിൽ ഇനി നാളെ ഒരു ദിവസം വരികയാണ്, ഞാനിവിടുത്തെ കേസുകളൊക്കെ നിർത്തി സുപ്രീം കോടതിയെ മാത്രം സമീപിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ സാധാരണ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അവിടെ നല്ല അഭിഭാഷകരെ അന്വേഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ അറിയാം. എനിക്ക് പരിചയമുള്ള ഒരു പക്ഷേ കേസുകളൊന്നും നടത്താത്ത ആളുകളാണ് ഒരുപക്ഷെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഹാജരാകുന്നത്. അപ്പോൾ എന്തു വന്നാലും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഹാജരാകുന്ന ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇരകൾക്ക് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹത്തിന് വേണ്ടി ഹാജരാകാനാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ സംജാതമാവുകയാണെങ്കിൽ ഒരു പക്ഷേ താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്.